ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ചെന്ന സമയമില്ലേ 2 ദിവസം ക്ലാസ്സിന് പോയി. പക്ഷേ 2 ദിവസം പോയ സമയം എന്ന് വെച്ചാൽ 150 മലയാളീസിൽ 30 മലയാളീസ് അടയുള്ളൂ. ബാക്കി എല്ലാവരും നാട്ടിലാണ്. ഓണാണല്ലോ. അപ്പം തീരുമാനിച്ച് നാട്ടിൽ പോയേക്കാം. പോയിട്ട് വലിയ ആർഭാടാക്കൊന്നുമില്ല. കുറച്ചുള്ള ദിവസമാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് മിനിമം അടിപൊളിയാക്കും. അപ്പം നമ്മൾ ആഗ്രഹം കൊണ്ടാണെന്നറിയില്ല പ്രസിഡൻസി ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് അങ്ങ് ഡിസ്മിസ് ചെയ്ത് സസ്പെൻഡ് ചെയ്ത്. അപ്പൊ സസ്പെൻഡ് ചെയ്ത സമയം സർക്കുലർ വരും കേട്ടോ ഗൈസ്. 2 o'clock വരെ ക്ലാസ്സുള്ളൂ. സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത സമയം നല്ലോണം അങ്ങ് തരിച്ച് കയറി നാട്ടിൽ പോയേ പറ്റും. അല്ല പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ഗുണം. നാളെ ഞങ്ങളുടെ ജൂനിയേഴ്സ് MBA ജൂനിയേഴ്സ് വരികയാണേ. അപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയാണ് വിശ്വാസം. നമ്മളെന്ത് ചെയ്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിപ്പം വീട്ടിലൊന്നും അറിയത്തില്ല, പോകുന്നുണ്ട്. വീട്ടിലറിയില്ല ഗൈസ്. ഇതിപ്പോ രാവിലെ എന്ന് രാവിലെ അമ്മ വിളിക്കൂ. ഇവിടെ അമ്മ എന്റെ അമ്മയും വിളിക്കും. എണീക്കാൻ വേണ്ടി വിളിക്കും. ഞാൻ കാട്ടി ബന്ധം ഇവിടെ അമ്മ എന്റെ അമ്മയും എന്റെ അമ്മ ഇവിടെ അമ്മയും വിളിക്കും. എണീക്കാൻ വേണ്ടി വിളിക്കും. നാളെ വിളിച്ചാൽ കോമഡി 5:55 5:58 മുതൽ വിളിക്കൂ. മീൻസ് ഞങ്ങൾ എനിക്ക് വന്നിട്ട് ഒരു 6:05 6:10 അപ്പൊ നാളെ വിളിക്കും. അങ്ങനെ ആസ് എല്ലാ ദിവസവും പോലെ തന്നെ ഡെയിലി റുട്ടീൻ ഞങ്ങൾ ഫോൺ എടുക്കുന്നു. ആ അമ്മ എണീക്കാന്ന് പറയുന്നത് ട്രെയിൻ ഹോൺ അടിച്ചില്ലെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരോട് പറയാണ്ട് വീട്ടിൽ പോന്ന് ചിലപ്പം ചീത്ത കിട്ടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നോക്കി സന്തോഷമായിരിക്കും. ഇതിന്റെ കണ്ടിന്യൂഷൻ എന്തായാലും കോഴിക്കോട് ഓളങ്ങ് കണ്ടുവരുന്നു എടുക്കും. ഈ വീടിന്റെ ബാക്കി നമ്മൾ ഇതിനകത്തിരുന്നായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക, എന്തൊക്കെ ട്രെയിനിൽ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ മൊത്തം യശ്വന്തൂരെത്തി. പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഫുൾ ട്രാഫിക്കാണ്. നമ്മള് കുഷ്കിയും കറാവും പാർസൽ വാങ്ങാൻ വേണ്ടി ചോദിച്ചാണത്. ട്രെയിനിൽ പോവാൻ ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഗൈസ്. ഈ മുഖത്തിൽ വേണം നമ്മുടെ നാട് വരെ എത്താൻ. അങ്ങനെയല്ല ഗൈസ്, ഞാനൊരു ഉറക്കം ഇന്ന് നമ്മൾ രാവിലെ മാഗി മാത്രമേ കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇത്ര ഒരു വിഷമം. ബട്ട് കുഷ് കഴിച്ച് സെറ്റാവും. ഇത്രയും കുമ്പ് ഗൈസ്, കുമ്പില്ല പേരിനുണ്ടായിരുന്നു. ബട്ട് മൂഞ്ച അവസ്ഥ. ട്രെയിനില്ല ഗൈസ്, മഞ്ഞില്ല കൊണ്ടുണ്ട ട്രെയിനാ ഗൈസ്. മഴയും പെയ്ത് ഇടങ്ങാറായി. എന്നോട് ട്രെയിൻ കൊണ്ടിട്ടില്ല. എന്നെ സീറ്റ് കിട്ടുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെയെങ്കിലും മുകളിലേക്ക് കൂടെ കാണിച്ചു. എന്താ 2 കാല് മാത്രമേ തലയില്ലേ. ആ വീഡിയോ ഓഫ് ചെയ്യൂ. ഇതിന്റെ അവസ്ഥ കാണിച്ചതാ. ഇതാണ് അവസ്ഥ. ആരാൻ്റെയോ മെത്തക്കാലത്തുള്ള സൂപ്പർ മതി. അതെ, നോക്ക് നിങ്ങൾ ഇതിന്റെ അവസ്ഥ. ക്യാമറ ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കുവോ? എന്താ അവസ്ഥ ഇത്? മൂഞ്ചി കഴിച്ച് ആരൊക്കെ ഇറങ്ങിയൊന്നും ഒരു വഴിയില്ല. എന്റെ ശിവനേ, എന്റെ മുത്തപ്പ. ഇന്ന് എൻ്റെ വ്ലോഗിനെ കണ്ടു. ഞാൻ വീട്ടിലെത്താനായിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർക്കുള്ള സർപ്രൈസ് ഒന്നും നമുക്ക് തോന്നില്ല. കാരണം അമ്മയെല്ലാം ഏകദേശം തൂക്കിയില്ല ഞാൻ വരുന്നുണ്ടുള്ള കാര്യം. അപ്പം എന്താ സംഭവിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ബാക്കി അപ്ഡേറ്റ്സ് തരാമെന്ന്. ഞാൻ അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് ഞാൻ വീഡിയോ ഓണാക്കാണ്ട് നോക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഒരു എക്സ്പ്രഷനും ഇല്ല. ഒരു എക്സ്പ്രഷൻ വെച്ചാൽ ഒരു എക്സ്പ്രഷനും ഇല്ല. ഇങ്ങനൊരു മോള് വരുന്നുണ്ടെന്നൊരു എക്സ്പ്രഷൻ പോലും വളരെ മുട്ടുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് എന്താക്കാനും ഞാൻ അറിവില്ലോ. അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നിട്ടില്ല. പിന്നെ ഞാൻ വെച്ച് വീട്ടിലെ ചെറുതുണ്ടല്ലോ, അതിനും കന്നെ കണ്ടാൽ കുറച്ച് മാറ്റം ഉണ്ടായിരിക്കും. ഇല്ല, ഒരു എക്സ്പ്രഷനും ഇല്ല. വന്നോ ഒരു തായിരുന്നു ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായി. ചെറുതായിട്ടൊരു ക്ലൂ കൊടുത്തു പോയി. അതുകൊണ്ട് ഇവർക്ക് ആർക്കും ഇതൊരു സർപ്രൈസ് ആയിട്ടില്ല. ഞാനങ്ങ് ചമ്മന്നാറി. അപ്പം ഇനി ഇങ്ങനെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഫുൾ പ്ലാൻഡായിരിക്കണം. അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്നിട്ട് വേണം നാട്ടിലേക്ക് വരാൻ. അപ്പം ഇതെന്തായാലും ഈ സർപ്രൈസ് മൊത്തത്തിൽ മൂഞ്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എത്രയൊക്കെയുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.